ആദരണീയനായ പ്രിയപ്പെട്ട സുനിമാഷ്, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട പ്രിയ, സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. സുനിമാഷാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സുനിമാഷക്ക് മുമ്പ് ഒരു അധിക സംസാരം ഇല്ല, അത് പറ്റില്ല. സർവമത സമ്മേളനവും മതാനുഭൂതിയുടെ ഏകതയും എന്നതാണ് വിഷയം. ഈ കാലത്തിൻ്റെ ഒരു വിഷയമാണത്. മാഷ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്നെയാണ് ഇതും ഊന്നുക. കേരളത്തിലും കേരളത്തിന് പുറത്തും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം മാഷ് ഒരു പോരാളിയെ പോലെ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്. പറഞ്ഞു നടക്കാതെ നിവൃത്തിയുമില്ല. ഈ കാലത്ത് അത് പറഞ്ഞു നടക്കാതെ നിവൃത്തിയുമില്ല. അങ്ങനെയുള്ളൊരു കാലത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സർവമത സമ്മേളനം 1924 രണ്ടാമത്തെ എന്ന് പറയാവുന്ന, ലോകത്തിൽ രണ്ടാമത്തെ എന്ന് പറയാവുന്ന സർവമത സമ്മേളനം 1924 മാർച്ച് 3-4 തീയതികളിൽ 1924 ഓർമ്മിക്കുക, മാർച്ച് 3-4 തീയതികളിൽ ആലുവയിൽ വെച്ച് നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവായിരുന്നു അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും, അതിൻ്റെ അടിത്തറ എന്ന് പറയാമല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാക്കിയതിൻ്റെ അടിത്തറ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളായിരുന്നു. എന്നാൽ അതിനു മുമ്പ് നമുക്കെല്ലാം അറിയുന്നത് പോലെ 1893 ചിക്കാഗോയിൽ സർവമത സമ്മേളനം ലോകമത പാർലമെൻറ്റിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അത്തരം ചില സൂചനകളെ ഞാൻ പറയുന്നുള്ളൂ. അവിടെ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തു എന്ന് നമുക്കറിയാം. അതിൻ്റെ യാത്രകളെക്കുറിച്ചെല്ലാം നമുക്കറിയാം. സ്വാമി വിവേകാനന്ദൻ അവിടെ അഭിസംബോധന ചെയ്തു തുടങ്ങിയ വാക്യം അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ, നമുക്കെല്ലാം അറിയാവുന്നതാണ്, സഹോദരീ സഹോദരന്മാരെ എന്നാണ് പറഞ്ഞത്. 1924 സർവമത സമ്മേളനം നടക്കുന്നതിന് മുമ്പ് 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നു. ഞാനതും വിശദീകരിക്കേണ്ട കാര്യമില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞതു പ്രകാരം അവിടെ എഴുതി വെച്ച വാക്യം, കവിത, ഒരുപക്ഷെ മലയാളത്തിലെ മികച്ച കവിതകളിൽ ഒന്ന്, ഒരിക്കലും തള്ളിക്കളയാനാവാത്ത കവിത എന്ന് നമുക്ക് പറയാം. ഒരു മുദ്രാവാക്യമല്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അവിടെയും നിങ്ങൾ കാണുക, സോദരത്വേന എന്നുള്ള പദം ഉണ്ട്. സഹോദരി സഹോദരന്മാരെ എന്ന് വിവേകാനന്ദൻ അവിടെ പറയുന്നു. സോദരത്വേന എന്ന് പറയുന്ന പദം ഇവിടെയുമുണ്ട്. സർവമത സമ്മേളനം മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ സോദരത്വേന, സാഹോദര്യം എന്ന ഒന്നാണ്. സാഹോദര്യം എന്ന ഒന്ന് സ്നേഹത്തിനപ്പുറമല്ല, അല്ലെങ്കിൽ സ്നേഹം എന്ന ഒന്ന് സാഹോദര്യത്തിനപ്പുറമല്ല. രണ്ടും കൂടി ചേർന്ന ഒന്നാണ് അത്, സാഹോദര്യം എന്ന വാക്ക്. മാഷ് സ്ഥിരമായി പറയാറുണ്ട് അത്. ഈ അടുത്ത കാലത്ത് നവംബറിലാണ്, എനിക്ക് തോന്നുന്നു നവംബർ 29 വത്തിക്കാൻ സിറ്റിയിൽ ലോക മത പാർലമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ സർവമത സമ്മേളനം നടന്നത്. ശിവഗിരി മഠാണ് സംഘടിപ്പിച്ചത്. വത്തിക്കാൻ സിറ്റിയിൽ മത സമ്മേളനം നടക്കുന്നതിന് മുമ്പ് 1920 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായി പറഞ്ഞത് ഫ്രത്തേറ്റി തൂത്തി എന്ന, എല്ലാവരും സഹോദരർ എന്ന വാക്യമായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സർവമത സമ്മേളനത്തിനും അനുഗ്രഹ ഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഫ്രത്തേറ്റി തൂത്തി, എല്ലാവരും സഹോദരർ എന്ന വാക്യം ലോക സർവമത സമ്മേളനത്തിൻ്റെ ആശയം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ഈ സാഹോദര്യമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സാഹോദര്യം നിലനിൽക്കേണ്ട, സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാഹോദര്യം നിലനിൽക്കേണ്ട ഒരു ഇന്ത്യൻ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, അല്ലേ, ഞാൻ പറയേണ്ടതില്ല. നിൻ്റെ പേര് മുഹമ്മദാണ് എന്ന് ചോദിച്ചിട്ട് മുഹമ്മദാണ് എന്ന് പറയുന്നതിന് മുമ്പ് അയാളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഇന്ത്യൻ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു കാലത്ത് ഉയർത്തിപ്പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ സാഹോദര്യമാണ്.
ചിക്കാഗോ സമ്മേളനം, മാഷ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. ചിക്കാഗോ സമ്മേളനം പറഞ്ഞിട്ടുള്ളത് മതദർശനങ്ങളുടെ കുറിച്ചായിരുന്നു. അത് വ്യത്യസ്ത മതങ്ങളുടെ ദർശനങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നായിരുന്നു ചിക്കാഗോ സമ്മേളനം പറഞ്ഞിരുന്നത്. എന്നാൽ ആലുവ സർവമത സമ്മേളനം അതിനപ്പുറം മുന്നോട്ട് പോയിട്ട് പറഞ്ഞിരുന്നത് മതങ്ങളുടെ സാഹോദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മതദർശനങ്ങളുടെ ഏകതയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇതൊന്നാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അത് ഒന്നാണ് എന്നുള്ളതാണ്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള ഒന്നാണ് പറഞ്ഞിരുന്നത്. ഏകതയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സാഹോദര്യം മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾ, മനുഷ്യരോടുള്ള സംസാരങ്ങൾ, നിത്യജീവിതത്തിലെ ഇടപെടലുകൾ, ജീവിത സന്ദർഭങ്ങളിലെ ഇടപെടലുകൾ ഒക്കെ വളരെ പ്രധാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. സെമിനാറുകൾക്കും പ്രഭാഷണങ്ങൾക്കും അപ്പുറം വേറൊരു മനുഷ്യനെ കണ്ടാൽ അംഗീകരിക്കുക എന്നുള്ളത്, അയാളെ അറിയുക എന്നുള്ളത്, മറ്റൊരു മനുഷ്യനെ അറിയുക എന്നുള്ളത്, ജാതിക്കും മതത്തിനും വംശത്തിനും ഒക്കെ അതീതമായി അയാളെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സർവമത സമ്മേളനത്തിൻ്റെ സ്മരണ മുൻനിർത്തിയുള്ള പ്രഭാഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്കെല്ലാം പ്രിയപ്പെട്ട സുനിൽ മാഷെ, സുനിൽ പി എളിയിടത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ് ഈ കൊല്ലം. മനോഹരൻ സാഹിബ് പറഞ്ഞ പോലെ 1924 മാർച്ച് 3-4 തീയതികളിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു അങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിന് ഗുരുവിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അത്ര വ്യക്തതയൊന്നുമില്ല. ഗുരുവിനെ സംബന്ധിച്ച് സർവമത സമ്മേളനം മുമ്പോട്ട് വച്ച ആശയം അദ്ദേഹം ഒട്ടും പുതിയതായി പറയുന്നതല്ല. 1894 ആത്മോപദേശ ശതകം മുതൽ ഈ ആശയം ഗുരുവിൻ്റെ ആലോചനകളിലുണ്ട്. ആത്മോപദേശ ശതകത്തിൻ്റെ 42ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. പല മതസാരവും ഏകം എന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ ആനയെ കണ്ട അന്ധരെപ്പോലെ പലതരം യുക്തി പറയുന്ന പാമരത്വത്തിൽ പെട്ടുപോകരുത് എന്നത് ആത്മോപദേശതകത്തിലെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. പിന്നാലെ പൊരുത് ജയിപ്പത് അസാധ്യം, ഒരു മതവും ഒന്നിനോടൊന്ന് പൊരുതാൽ ഒടുങ്ങുവീല. തമ്മിൽ പൊരുതി ഒരു മതം ജയിക്കുകയോ മറ്റൊരു മതത്തെ കീഴ്പ്പെടുത്തുകയോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് മതസംഘർഷങ്ങൾ എന്നതൊന്നും സാധുവായ കാര്യമല്ല എന്ന് അദ്ദേഹം വളരെ മുമ്പേ പറയുന്നുണ്ട്. അതിനും ഏകദേശം ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞാണ് ആലുവയിലെ സർവമത സമ്മേളനം ഗുരു വിളിച്ചു ചേർക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്രയും വൈകി അങ്ങനെ ഒരു ആലോചനയിലേക്ക് ഗുരു പോയത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഊഹം പോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം 1921 മലബാറിൽ അരങ്ങേറിയ മലബാർ കലാപം, അതിൻ്റെ മതപരമായ വിഭാഗീയത, വർഗീയതയുടെ വ്യാപനം ഒക്കെ ഗുരുവിനെ സ്പർശിച്ചിട്ടുണ്ടാവാം. അതുകൂടിയായിരിക്കാം സർവമത സമ്മേളനത്തിൻ്റെ പിന്നിലെ പ്രേരണ എന്ന് അതേക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഗുരു അങ്ങനെയൊന്നും അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ പ്രേരണ എന്ന് പറയാൻ പ്രയാസവുമാണ്. എന്തായാലും സർവമത സമ്മേളനം എന്ന ആശയം വാസ്തവത്തിൽ ഗുരു മുമ്പോട്ട് വച്ച ഒരുപക്ഷെ ഒരു ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് അടിത്തറയൊരുക്കിയ 2 സുപ്രധാനമായ നിഗമനങ്ങളിലൊന്നാണ്. അതിലാദ്യത്തേത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ഗുരു മുഖ്യമായിട്ടും ജാതി എന്ന സാമൂഹിക സ്ഥാപനത്തിൻ്റെ നിരർത്ഥകതയെ, ഒരാധുനിക സമൂഹത്തെ എല്ലാ നിലയിലും അസാധ്യമാക്കുന്ന ജാതിയെ നിരസിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മനുഷ്യർ തുല്യരാണ് എന്ന തത്വത്തിൻ്റെ സമ്പൂർണ്ണ നിരാസമാണ് ജാതി. ജാതി എന്നത് മനുഷ്യരെ ഒരു നിലയ്ക്കും തുല്യരായി കാണുന്നില്ല. ജന്മന ചിലർ ശ്രേഷ്ഠരും ചിലർ താണവരുമാണ് എന്ന് പറയുകയും ശ്രേഷ്ഠതയുടെയും അധമത്വത്തിൻ്റെയും ഒരു പാറ്റേണിനെ സാമൂഹ്യ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുകയുമാണ് ജാതി ചെയ്യുന്നത്. അതുകൊണ്ട് ജാതി നിരസിക്കുന്നത്
അടിസ്ഥാനപരമായി മനുഷ്യർക്കിടയിലുണ്ടാകേണ്ട സ്നേഹ സാഹോദര്യങ്ങളെയാണ്. അതുകൊണ്ടാണ് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന ആശയം അതിൻ്റെ കേന്ദ്രത്തിൽ വരുന്നത്. ഒരുപക്ഷെ ആധുനിക ജനാധിപത്യത്തിൻ്റെ ഹൃദയം എന്താണ് എന്ന് പിൽക്കാലത്ത് വിശദീകരിക്കുന്ന സമയത്ത് അംബേദ്കർ അത് 3 വാക്കുകളാണ് എന്ന് പറയുന്നുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ്. ഇതിൽ പക്ഷേ സ്വാതന്ത്ര്യവും സമത്വവും ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി നിലനിൽക്കണമെങ്കിൽ അത് മനുഷ്യരിൽ നിലീനമായ സാഹോദര്യ ഭാവന കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ നോക്കിയാൽ ജനാധിപത്യത്തിൻ്റെ ഹൃദയതത്വം എന്നുകൂടി പറയാവുന്നൊരു മൂല്യത്തെക്കുറിച്ചാണ് സോദരത്വേന എന്ന് ഗുരു പറഞ്ഞത്. ജാതി ഒന്നാണ് എന്ന് പറയാൻ ഗുരു ആശ്രയിച്ചത് അമൂർത്തമായ തത്വങ്ങളെയല്ല എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യരെല്ലാം ഒരു ദൈവചൈതന്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്നതുപോലെ അദ്വൈത ദർശനമോ മറ്റ് ഈശ്വര ദർശനങ്ങളോ പറയുന്ന അമൂർത്തമായ ആശയങ്ങളിലൂടെയല്ല മനുഷ്യരൊരു ജാതിയാണ് എന്ന് ഗുരു പറയുന്നത്. മറിച്ച് മനുഷ്യരൊരു ജാതിയായിരിക്കുന്നത് മനുഷ്യ ശരീരം ഒന്നാണ് എന്നതുകൊണ്ടാണ്. ജാതിയെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ മർമ്മസ്പർശിയായ നിരീക്ഷണത്തിൻ്റെ കാതൽ അതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകത്തിൽ കാണാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതിന് ശേഷം പിന്നെ ശരീരമാണ് വരിക. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നാണ്. ഇത് ഗുരു പല നിലയിൽ പറയുന്നുണ്ട്. പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം, തമ്മിൽ ഇണ ചേർന്ന് അടുത്ത തലമുറയായി തീരുന്നതെന്തോ അതൊരു ജാതി. പേരൂര് തൊഴിൽ മൂന്നുമായത് പോരുമേ, ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേരുമെയ് തന്നെ ചൊൽകയാൽ. ഒരാളെ മനസ്സിലാക്കാൻ 3 കാര്യം മതി: പേര്, തൊഴിൽ, ഊര്. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ തൊഴിലെന്താണ്, നാട് ഏതാണ് എന്നറിഞ്ഞാൽ ഒരാളെ മനസ്സിലാക്കാം. ജാതി ഏതെന്ന് പറയണ്ട, കാരണം ശരീരം കൊണ്ടറിയാം. ഇങ്ങനെ ശരീരനിഷ്ഠമായി ജാതിയെ പ്രതിഷ്ഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജാതി എന്നത് അമൂർത്തമായ ദൈവം പോലെയോ ആത്മാവ് പോലെയോ മതം പോലെയോ അമൂർത്തമായി നിൽക്കുന്ന ഒന്നല്ല. മനുഷ്യ ശരീരങ്ങളെ തമ്മിൽ അകറ്റി വേറിട്ട് നിർത്തി പലതരത്തിൽ വ്യത്യസ്തതകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ജാതി. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ലാത്തവർ, 64 അടി മുതൽ 12 അടി വരെയുള്ള അകലങ്ങൾ പാലിക്കേണ്ടവർ, ഇതെല്ലാം ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഏകത കൊണ്ട് ജാതിയെ തടയുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം. അതാണ് അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ചെയ്തത്. ഒരു ജാതി എന്നതിനെ അരുവിപ്പുറം പ്രതിഷ്ഠ വഴി, ദൈവഭാവന വഴി അദ്ദേഹം അതിനെ മറികടക്കാൻ ശ്രമിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ ഇടപെടലുകളിലൊന്നാണ് 1924 സർവമത സമ്മേളനം. സർവമത സമ്മേളനത്തിൻ്റെ ഒരു പ്രാധാന്യം, സർവമത സമ്മേളനം എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ഒരു ഔപചാരികമായ സമീകരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് ഗുരു ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും സമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മതങ്ങളെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുനരാലോചന വാസ്തവത്തിൽ ഗുരുവിൻ്റെ വിചിന്തനത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് പിന്നീട് ആരും അങ്ങനെ കാര്യഗൗരവത്തോടെ പരിഗണിക്കാതെ പോയി. അതായത് എല്ലാ മതങ്ങളും അന്യോന്യം സഹിച്ചും സഹകരിച്ചും സഹിഷ്ണുതയോടെ കഴിയുക എന്ന യുക്തിയല്ല ഗുരുവിൻ്റേത്. വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ മതാചാരങ്ങളുണ്ട്. ഇവരൊക്കെ അന്യോന്യം സഹകരിച്ച് കഴിയുക, എല്ലാ മതങ്ങൾക്കും ഇടയിലൊരു സഹിഷ്ണുത ഉണ്ടാവുക, അതൊരു തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അങ്ങനെ ഒരു ഔപചാരിക സഹിഷ്ണുതയുടെയോ അല്ലെങ്കിൽ സഹകരണത്തിൻ്റെയോ സഹിക്കലിൻ്റെയോ ഒന്നും യുക്തിയല്ല ഗുരു പല മതസാരവും ഏകം എന്ന് പറയുമ്പോൾ പറയുന്നത്. അത് അദ്ദേഹം വിശദമായി തൻ്റെ കൃതികളിൽ എഴുതിയിട്ടില്ല, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഗുരുവിൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള CV കുഞ്ഞിരാമനുമായിട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണത്തിലാണ്. CV കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിച്ച ഒരു കാര്യം, സ്വാമി പറയുന്നതിൽ മനുഷ്യരൊരു ജാതിയാണ് എന്നത് വ്യക്തമാണ്. ശരീരം കൊണ്ടൊരു ജാതിയാണ് മനുഷ്യജാതി. ദൈവമൊന്നാണ് എന്ന് പറയുന്നതും താരതമ്യേന വ്യക്തമാണ്. ദൈവം എന്ന അതീത ശക്തിയെ സങ്കല്പിച്ചാൽ അത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷേ മതം ഒന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിലനിൽക്കുന്ന മതങ്ങളൊക്കെ പലതരത്തിലാണ്, പല വിഭാഗത്തിൽപ്പെട്ടവരാണ്.
അങ്ങനെ പല മതങ്ങൾ, പല ആചാരങ്ങൾ, പല പൗരോഹിത്യ രീതികൾ, പല അനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെയാണ് എന്നിരിക്കെ മതം ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ സാധുത എന്താണ്? ഇതാണ് സി വി കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് ഗുരു നൽകിയ ഉത്തരത്തിൽ മതത്തെക്കുറിച്ചുള്ള സാങ്കേതികമായൊരു വാക്ക് പറഞ്ഞാൽ മതത്തെ ഓണ്ടോളജിക്കലായി, മതത്തിൻ്റെ ഭവപരമായ അടിസ്ഥാനത്തെ തന്നെ അഴിച്ചു പണിയുന്ന, മതത്തെ ഭവപരമായി പുനർനിർവചിക്കുന്ന ഒരു തലം ഗുരുവിൻ്റെ മതം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലുണ്ട്. എന്തിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്? മതമെന്ന് നമ്മൾ സാമാന്യേന പറയുമെങ്കിലും ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറയാൻ സമയമില്ല. മതമെന്ന് പറയുന്നത് അങ്ങനെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പം പോലെ മാറ്റമില്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെ നിൽക്കുന്ന ഒന്നല്ല ലോകത്തെ ഒരു മതവും. എത്ര മതങ്ങളുണ്ടോ അവയൊന്നും തന്നെ ഇങ്ങനെ ഏകാത്മകമായി മാറ്റമേതുമില്ലാതെ നിലനിൽക്കുകയല്ല. അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ധാരാളമായ ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഈ മതം ഒറ്റ മതമാണ് എന്ന് എല്ലാ മതക്കാരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒരു മതത്തിൻ്റെയും ആചാരം മാറ്റമില്ലാതെ നിലനിന്നിട്ടില്ല. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന ആചാരം നിങ്ങൾക്കറിയാം, ഇന്ന് ജ്ഞാനസ്നാനമാണ്, മാമോദീസ എന്ന് പറയുന്നതാണ്. മറ്റൊന്ന് കുർബാനയാണ്, കൂദാശ കർമ്മങ്ങളാണ്. ഇതൊക്കെ മതജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടുണ്ടായി വന്നതാണ്. ജ്ഞാനസ്നാനം തന്നെ പ്രധാനപ്പെട്ട ഒരു മതചര്യയായി തീരുന്നത് ക്രിസ്തുവർഷം 9-10 നൂറ്റാണ്ടൊക്കെയായി. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷമാണ് കോൺഗ്രഗേഷൻ എന്ന് പറയുന്ന ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകളും കൂദാശാകർമ്മങ്ങളും കുർബാനയും ഒക്കെ സാധ്യമായത്. അതിനൊക്കെ മുമ്പ് മതമുണ്ട്. അപ്പോൾ ഗുരു മതത്തെക്കുറിച്ച് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതമെന്നതിനെ നമുക്ക് പല നിലയിൽ കാണാം. ഇപ്പം മതങ്ങൾക്ക്, ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയാതെ പറയാം, എല്ലാ മതങ്ങൾക്കും തത്വശാസ്ത്രപരമായൊരു ഉള്ളടക്കമുണ്ട്. മതദർശനം, തിയോളജി എന്ന് പറയുന്ന, ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്ന മതത്തിൻ്റെ മൗലികമായ സമീക്ഷ അവതരിപ്പിക്കുന്ന ഒന്നാണ് മതദർശനം, മതചിന്ത, ദൈവശാസ്ത്രം. അതെല്ലാ മതങ്ങൾക്കും ഉണ്ട്. രണ്ടാമത്, എല്ലാ മതങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ലോകമുണ്ട്. ഓരോ മതവും ദൈനംദിന ജീവിതത്തെ, ജനനത്തെ, മരണത്തെ, വിവാഹത്തെ ഒക്കെ നടപ്പിലാക്കുന്നതിന് അതാതിൻ്റെതായ ആചാരവ്യവസ്ഥകളും അനുഷ്ഠാനക്രിയകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് മഹാഭൂരിപക്ഷം മനുഷ്യരും തങ്ങളുടെ മതം എന്താണ് എന്ന് സ്വന്തം നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ ഒരാൾ മനസ്സിലാക്കുന്നത് ക്രൈസ്തവതയുടെയോ ഇസ്ലാമിൻ്റെയോ വലിയ ദാർശനിക തത്വങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, മറിച്ച് ആചരിക്കുന്ന രീതി ഇതാണ്, അതിന്ന മതത്തിൻ്റെതാണ് എന്ന ഒരു യുക്തിയിലാണ്. മൂന്നാമതൊരു ഘടകം മതങ്ങളിലുള്ളത് പൗരോഹിത്യമാണ്. എല്ലാ മതങ്ങൾക്കും സ്വന്തം നിലയിൽ പൗരോഹിത്യ രൂപങ്ങളുണ്ട്. ഓരോ മതത്തിൻ്റെയും പൗരോഹിത്യ സമ്പ്രദായം ഇതര മതങ്ങളുടെ പൗരോഹിത്യ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നാലാമതൊരു ഘടകം പറയാവുന്നത് മതങ്ങൾക്ക് സ്ഥാപന രൂപങ്ങളുണ്ട്. പുരോഹിതാശ്രമങ്ങൾ, ദേവാലയങ്ങൾ, മതങ്ങൾ പടുത്തുയർത്തുന്ന മറ്റു പലതരത്തിലുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ മതങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ട്. ഈ 4 ഘടകങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം, ഇവയൊന്നും മറ്റൊരു മതവുമായി ഒത്തുപോകില്ല. മതത്തിൻ്റെ ദൈവശാസ്ത്രമോ മതത്തിൻ്റെ ആചാരങ്ങളോ പൗരോഹിത്യമോ സ്ഥാപന രൂപമോ ഒന്നും ഒരു മതത്തിൻ്റേത് മറ്റൊരു മതത്തിൻ്റേത് പോലെ ആവുക സാധ്യമല്ല. അതുകൊണ്ട് ഈ ഘടകങ്ങളെ മുൻനിർത്തിയാണ് മതത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തിനെതിരായിത്തീരും. ഞാനൊരു സാങ്കേതിക പദം പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിത്തീരും, പുറന്തള്ളുന്ന ഒന്നായിത്തീരും. മതത്തിൻ്റെ ദൈവശാസ്ത്രത്തെ മുൻനിർത്തി നോക്കിയാൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് ഇസ്ലാമിനോട് ഒത്തുപോകാനോ ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രത്തിന് ഹൈന്ദവമായ ദൈവശാസ്ത്ര സങ്കല്പങ്ങളോട് ഒത്തുപോകാനോ കഴിയില്ല. ആചാരങ്ങളുടെയോ പൗരോഹിത്യത്തിൻ്റെയോ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അവയൊക്കെ കൂടുതൽ അകലങ്ങളിൽ, വ്യത്യസ്തതകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പറഞ്ഞ ഘടകങ്ങളെയാണ് മതമായി കാണുന്നതെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തെ പുറന്തള്ളും. പ്രവർജകം എന്ന് സാങ്കേതികമായിട്ട് പറയും. പുറന്തള്ളുന്നത്, ഒഴിച്ചു നിർത്തുന്നത്, എക്സ്ക്ലൂസീവാണ്. എന്നാൽ ഇതല്ലാതെ മതങ്ങളിൽ ഒരു മൂല്യമുണ്ട്. അത് മതങ്ങളുടെ കാതലായി നിലക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്ന മതങ്ങളുടെ ധാർമ്മികമായ മൂല്യങ്ങളാണ്. ഇപ്പോൾ ക്രിസ്തുമതം സ്നേഹം എന്ന് പറയുന്നു, ഇസ്ലാം സാഹോദര്യം എന്ന് പറയുന്നു, ബുദ്ധമതം കരുണ എന്ന് പറയുന്നു, വേദാന്ത ഹിന്ദുമതം ഏകം എന്ന് പറയുന്നു. ഈ മൂല്യങ്ങളെയാണ് നിങ്ങൾ മതമായി ഉൾക്കൊള്ളുന്നതെങ്കിൽ
ആചാരങ്ങളെയോ പൗരോഹിത്യത്തെയോ സ്ഥാപന സംവിധാനങ്ങളെയോ ദൈവശാസ്ത്രത്തെയോ അല്ല, അതിനുമപ്പുറം അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മൂല്യത്തെയാണ് മതത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തിന് എതിരല്ല. അത് CVയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു ഖണ്ഡിതമായി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഗുരു പറയുന്നു, ക്രിസ്തുമതം സ്നേഹമാണ് എന്ന് പറയുന്നു, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നത്, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? മതഭേദങ്ങൾക്ക് അർത്ഥമില്ലാണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മതം ഒരു ധാർമ്മിക അനുഭൂതിയായി ഒരാളെ സ്പർശിക്കുമ്പോഴാണ്. മതം ഒരു ആചാരമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ മതഭേദമുണ്ട്. മതം പൗരോഹിത്യ രൂപങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ മതഭേദമുണ്ട്. മതം ദൈവശാസ്ത്രമാണെങ്കിൽ മതഭേദമുണ്ട്. മതം ആരാധനാലയങ്ങളും സ്ഥാപന രൂപങ്ങളുമാണെങ്കിലും മതഭേദമുണ്ട്. മതം മതത്തെ മറികടക്കുന്ന ഒരു സ്ഥലം മതം അനുഭൂതിയായി തീരുമ്പോഴാണ്. ഗുരു ഖണ്ഡിതമായി പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, മതമറിഞ്ഞവന് മതം പ്രമാണമല്ല. നിങ്ങൾ മതാനുഭൂതിയിൽ ചെന്നിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് മതം വേണ്ട. ഗുരു അതിനൊരു ഉദാഹരണം പറയുന്നത്, ബുദ്ധമതം ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത്? ഇതാണ് ചോദ്യം. ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ നേതാവാണോ? ബുദ്ധൻ എന്നത് അഹിംസ, കരുണ, അസ്തേയം, ഉപേക്ഷ, ഈ മൂല്യമാണോ? ഈ അനുഭൂതിയാണോ? കരുണ എന്ന അനുഭൂതിയാണോ നിങ്ങളുടെ ബൗദ്ധഭാവന? ബുദ്ധവിഹാരമാണോ? ബുദ്ധവിഹാരമാണെങ്കിൽ മറ്റൊരു മതത്തിന് ചേരാൻ പറ്റില്ല. മറിച്ച് കരുണയാണെങ്കിൽ അത് സ്നേഹത്തോടും സാഹോദര്യത്തോടുമൊക്കെ ചേർന്ന് പോകും. അതുകൊണ്ട് മതത്തെ അനുഭൂതി തലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിഞ്ഞാലുള്ള ഗുണം ഒരു മതം മറ്റൊരു മതത്തിനെതിരല്ല. ഇത് ഗുരു വേറൊരു നിലയിലും ആ സംഭാഷണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു നിരീക്ഷണം വരുന്നത്. അദ്ദേഹം പറയുന്നു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. അത് വളരെ പ്രകോപനപരമായൊരു വാക്യമാണ്. ഇന്നാണെങ്കിൽ മൂപ്പര് ബാക്കിയുണ്ടാവാൻ പ്രയാസമാണ്. പഴയ കാലമാണ്, 1920കളുടെ അടുത്തൊരു 100 കൊല്ലത്തിനപ്പുറമാണ് CV കുഞ്ഞിരാമനും ഗുരുവും തമ്മിലുള്ള ഈ സംഭാഷണം. അന്ന് CVയോട് ഗുരു പറഞ്ഞത് ഒരു കളിവാക്കൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, എന്തിനെയാണ് നിങ്ങൾ മതമെന്ന് വിളിക്കുന്നത്? അത് ഏത് മതത്തിനും കേട്ടോ. ഹിന്ദുമതത്തിൻ്റെ ഒരു ഉദാഹരണം ഗുരു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ശൈവം, വൈഷ്ണവം, ശാക്തേയം, അല്ലെങ്കിൽ താന്ത്രികം, ബൗദ്ധികം എന്നെല്ലാം പറയുന്ന പല പാരമ്പര്യങ്ങളെ കൂട്ടിയിണക്കിയിട്ട് ഹിന്ദുമതമെന്ന ഒറ്റ പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതസംഘർഷം നമ്മളിപ്പോൾ കരുതുന്നത് പോലെ ഹിന്ദു മുസ്ലിം സംഘർഷമൊന്നുമല്ല, ശൈവ വൈഷ്ണവ സംഘർഷമായിരുന്നു. ക്രിസ്തുവർഷം 9-12 നൂറ്റാണ്ടുകളിലൊക്കെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ശിവനെയാണോ വിഷ്ണുവിനെയാണോ ആരാധിക്കേണ്ടത് എന്നത് തന്നെയായിരുന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലത്തുണ്ടായ ഹിന്ദു മുസ്ലിം സംഘർഷം അത്രയൊന്നും സംഘർഷഭരിതമായിരുന്നില്ല എന്ന് കരുതേണ്ടി വരും. ഇപ്പം ആരും ഓർക്കുന്നില്ല. ഇപ്പം ശിവനും വിഷ്ണുവും ഒറ്റ കക്ഷിയുടെ ഭാഗമായി. അന്ന് 2 കക്ഷിയായിട്ട് അടിയുണ്ടായിരുന്നു. ശൈവരുണ്ടായിരുന്നു, ശാക്തേയരുണ്ടായിരുന്നു, താന്ത്രിക മതക്കാരുണ്ട്, ബൗദ്ധരുണ്ട്, ജൈനരുണ്ട്. ഗുരു അതാ ചോദിച്ചത്, പല കാലങ്ങളിൽ പല ആചാര്യന്മാരുണ്ടാക്കിയ വിശ്വാസങ്ങളെയും ജീവിത പ്രമാണങ്ങളെയും കൂട്ടിയിണക്കി ഒറ്റ മതമെന്ന് വിളിക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെ അദ്ദേഹം ചോദിച്ചത്, ഇങ്ങനെ പല കാലങ്ങളിൽ പല ആചാര്യന്മാർ രൂപം നൽകിയ പാരമ്പര്യങ്ങളെയും ജീവിതക്രമങ്ങളെയും കൂട്ടിയിണക്കി ഒരു മതമെന്ന് വിളിക്കാമെങ്കിൽ പല മതങ്ങളുടെ മൂല്യങ്ങളെ ചേർത്ത് വച്ച് ഏകമതം എന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? നിങ്ങളിപ്പോൾ ആചരിക്കുന്ന ഏതു മതവും പല പാരമ്പര്യങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ് എന്നിരിക്കെ ഇപ്പോൾ നിലവിലുള്ള മതങ്ങളെ കൂട്ടിയിണക്കി ഒരു പൊതുപാരമ്പര്യമാക്കുന്നതിൽ എന്താണ് തകരാറ്? ഇതാണ് ഗുരുവിൻ്റെ ചോദ്യം. ഇത് വളരെ മർമ്മസ്പർശിയായ, വളരെ എന്താ പറയുക, സാമൂഹ്യ ശാസ്ത്രപരമായ ഉള്ളടക്കമുള്ളൊരു ചോദ്യമാണ്. കാരണം ലോകത്തൊരു മതവും നാം ഇന്ന് കാണുന്ന രൂപത്തിൽ അവയുടെ ഉത്ഭവത്തിൽ ഉണ്ടായിട്ടില്ല. പല കാലങ്ങളിൽ പലതരം ഘടകങ്ങൾ, പല പാരമ്പര്യങ്ങൾ കൂടിക്കലർന്ന് പരിണമിച്ചാണ് ചരിത്രപരമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് മതങ്ങൾ. ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം.
ഇങ്ങനെ ചരിത്രപരമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് മതങ്ങൾ എന്നിരിക്കെ ആ പരിണാമ പ്രക്രിയ അടുത്തൊരു ഘട്ടത്തിന് ബാധകമാക്കിയാൽ എന്താണ് തകരാറ്? ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതങ്ങൾ തമ്മിലുള്ള പോരാണ് എന്നിരിക്കെ അതിനുള്ള പരിഹാരമായി മതങ്ങളെ ഒരു ധാർമ്മിക പ്രമാണമായി കണ്ട് അവയ്ക്കിടയിൽ ഉള്ള ഒരു ഐക്യത്തെ ഉറപ്പിച്ചെടുക്കുന്ന പണിയാണ് എന്നാണ് ഗുരു പറഞ്ഞ കാര്യം. ഞാനിതിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ മതദർശനം, സർവമത സങ്കല്പം നിലവിലുള്ള എല്ലാ മതങ്ങളും യാതൊരു മാറ്റവും വരുത്താതെ അതേപടി തുടരുക, എന്നിട്ട് എല്ലാവരും അന്യോന്യം സഹിച്ചും സഹകരിക്കും ജീവിക്കുക എന്ന നിലയിലല്ല. അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. അതിനപ്പുറം മതമെന്നത് നിങ്ങൾക്ക് മൂല്യമായി തീരണം, ആചാരമാകരുത് എന്നുകൂടിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗുരുവിനോടൊരു ഘട്ടത്തിൽ ഒരു തർക്കം ഗുരുവിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്നതാണോ കുഴിച്ചിടുന്നതാണോ നല്ലത്? ഇപ്പോൾ തർക്കം വല്ലാതെ മൂത്തപ്പോൾ ഗുരു പറഞ്ഞു, ചക്കിലിട്ട് ആട്ടി എണ്ണയാക്കിയാൽ മതി. ചോദിച്ചവർക്ക് വല്ലാത്ത പരിഭ്രമമായി. അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താ നോവോ എന്ന് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ. ശിവഗിരിയിൽ തീർത്ഥാടനം തുടങ്ങാൻ തീരുമാനിച്ചു. വല്ലഭശ്ശേരി വൈദ്യരും കിട്ടൺ റൈറ്റർ എന്ന് പറയുന്ന 2 ഗുരുവിൻ്റെ അനുയായികളാണ് ഗുരുവിനെ ചെന്ന് കണ്ട് ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അവർ ഗുരുവിനോട് പറഞ്ഞു, സ്വാമി ഒരു മുഹൂർത്തം നിശ്ചയിക്കണം, ഈ തീർത്ഥാടനത്തിനൊരു മുഹൂർത്തവും ദിവസമൊക്കെ വേണമല്ലോ, മുഹൂർത്തം നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാക്യത്തിൽ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്, ജനുവരി 1 തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പല്ലേ. ഇന്ന് നമ്മൾ എന്തെല്ലാം മന്ത്രവാദവും മുഹൂർത്തവും നടത്തിയിട്ടാണ്, മുമ്പില്ലാത്ത എന്തൊക്കെ ഏർപ്പാട് നമുക്കുണ്ടെന്നറിയാമല്ലോ. ഇപ്പോൾ വാസ്തു എന്നൊക്കെ പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടല്ലോ. കിഴക്കുവശത്തുള്ള വാതിൽ വിളിച്ച് പടിഞ്ഞാവശത്ത് വെക്കുക, അവിടുത്തെ കിണർ മൂടിയിട്ട് ഇപ്പുറം കിണർ ഊത്തുക, ഇങ്ങനെ ഉള്ള കലാപരിപാടികൾ. അപ്പോഴാണ് ഗുരു പറഞ്ഞ ജനുവരി 1 തീയതി ആവട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പല്ലേ. ഇത്രയും നിസ്സാരമായിട്ട് അദ്ദേഹം ആചാരങ്ങളെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ മതത്തിൽ നിന്ന് എന്തറിയണം, മതം നിങ്ങളോട് എന്ത് പറയണം, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതം ചില സാർവലൗകികമായ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതറിയണം. ക്രിസ്ത്യാനിറ്റിയെ സ്നേഹം എന്നറിയണം, ഇസ്ലാമിനെ സാഹോദര്യം എന്നറിയണം, വേദാന്ത ഹിന്ദുമതത്തെ ഏകം എന്നറിയണം, ബുദ്ധമതത്തെ കരുണ എന്നറിയണം. ഇങ്ങനെ അറിഞ്ഞാൽ പിന്നെ മതം പ്രമാണമല്ല. ഇങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ, അതായത് മതം പ്രമാണമാകുന്നത് ആർക്കാണ്? മതാനുഭവമില്ലാത്തവർക്കാണ്. ഇതാണ് ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ കാതൽ. നിങ്ങൾക്ക് മതത്തിൻ്റെ യഥാർത്ഥ അനുഭവം ഉണ്ടോ? പിന്നെ മതം പ്രമാണമല്ല. ബുദ്ധമതം ബുദ്ധന് പ്രമാണമല്ല, ബുദ്ധൻ ബുദ്ധമതത്തിന് പ്രമാണമാണ്. അതുകൊണ്ട് മതാനുഭവമുള്ള ആൾക്ക് തൻ്റെ മതം വേറെ മതം എന്ന ഭേദമൊന്നുമില്ല. കാരണം അത് അനുഭൂതിയുടെ തലത്തിൽ ആ ഭേദങ്ങളെ മറികടക്കും. സ്നേഹം എന്ന് പറയുന്നത് ഒരു മതതത്വമല്ല, സ്നേഹം എന്നതൊരു പ്രപഞ്ചതത്വമാണ്. ഒരു പ്രാപഞ്ചികമായ മഹാവ്യാപ്തിയുള്ളൊരു അനുഭൂതിയുടെ പേരാണ് സ്നേഹം, അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമുള്ളൊരു ഏർപ്പാടല്ല. സാഹോദര്യം ഒരു മതതത്വമല്ല, സാഹോദര്യം യൂണിവേഴ്സലാണ്. മതത്തിൽ യൂണിവേഴ്സലായിട്ടും എറ്റേണലായിട്ടും നിലനിൽക്കാൻ യോഗ്യമായ ഒന്നേ ഉള്ളൂ, അതതിൻ്റെ എത്തിക്കൽ കോറായ ഈ വാല്യൂ ആണ്. ഈ വാല്യൂ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മതത്തിലല്ല. ഗുരുവിനടുത്തൊരു ക്രൈസ്തവ പുരോഹിതൻ വരുന്നുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങളൊക്കെ ഗുരുവിനോട് വളരെ കൂടുതൽ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, സ്വാമി ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 40 വയസ്സെന്നോ മറ്റോ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനിയാണല്ലോ. സ്നേഹമാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ആചാരമാണെങ്കിൽ ക്രിസ്ത്യാനിയല്ല. അത് മറ്റേ മൂപ്പർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ മനസ്സിലാകലും ഒരു പ്രശ്നമാണല്ലോ. കാരണം ഗുരുവിൻ്റെ ഭാഷയ്ക്കകത്ത് ഒരുപാട് സൂക്ഷ്മതകളുണ്ട്. അത് തിരിച്ചറിയാനായിട്ടും നമ്മൾ ഗുരുവിനെ കാണാൻ ചെന്ന ഒരു സ്ത്രീയെക്കുറിച്ചൊരു കഥയുണ്ട്. സ്ഥലപ്പേര് കൃത്യമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വലിയ സ്ത്രീ അദ്ദേഹത്തെ കാണാൻ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഞാൻ തൃപ്പങ്ങോട്ട തമ്പുരാൻ്റെ തമ്പുരാട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറ് എന്ന് ചോദിച്ചു. അതവർക്ക് മനസ്സിലായോ എന്ന് നമുക്ക് പറയാൻ വയ്യ. ഇങ്ങനെ ഗുരുവിൻ്റെ പല സംഭാഷണങ്ങളിലും അങ്ങനെ നല്ല സൂക്ഷ്മതയുണ്ടാവും. ഗുരു തർക്കിക്കുകയൊന്നുമില്ല.
പക്ഷേ ഇതിങ്ങനെ സൂചിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഗുരുവിൻ്റെ സർവമത ദർശനം എന്ന് പറയുന്നത് മതാനുഭൂതിയെ മതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും മതാചാരങ്ങൾ, മതപൗരോഹിത്യം, മതസ്ഥാപനങ്ങൾ ഇവയൊക്കെ അല്ല മതം അതിൻ്റെ അനുഭവമൂല്യമാണ് എന്നുറപ്പിക്കുകയുമാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് മതാനുഭൂതി എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടില്ലാതായി തീരുകയും മതമെന്നത് അതിൻ്റെ ആചാരപരമായ പരിവേഷങ്ങൾ മാത്രമായി ഏതോ കാലത്ത് രൂപപ്പെട്ട ഓരോ തരം രൂപങ്ങളെ, ആചാരങ്ങളെ ഒക്കെ മതത്തിൻ്റെ കാതലായി കരുതുന്നു. ബാക്കി മതമെല്ലാം പോയിത്തീരുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സർവമത സമ്മേളനം എന്ന ആശയം പ്രധാനമാകുന്നത്. സർവമത സമ്മേളനത്തിന് സ്വാഗതം പറയുന്നത് സത്യവ്രത സ്വാമികളാണ്. ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് സത്യവ്രത സ്വാമികൾ. അദ്ദേഹം CV കുഞ്ഞിരാമൻ എഴുതി തയ്യാറാക്കി, സത്യവ്രത സ്വാമികളും CVയും ചേർന്ന് എഴുതി തയ്യാറാക്കിയ സ്വാഗത പ്രസംഗമാണ് സർവമത സമ്മേളനത്തിൽ അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗത്തിൽ ഗുരു വായിച്ചു നോക്കി സമ്മതമെല്ലാം കൊടുത്ത സ്വാഗത പ്രസംഗമാണ്. ഗുരു ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചതേയില്ല. അതും ഗുരുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. താൻ വിളിച്ചു ചേർത്ത മർമ്മസ്പർശിയായ 2 ദിവസം നീണ്ടു നിന്ന സമ്മേളനത്തിൽ ഗുരു ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഗുരു എല്ലാം കേട്ടു. നമ്മളുടെ ഒരു രീതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കേൾക്കാതിരിക്കുക എന്നാണല്ലോ. ഗുരു എല്ലാം കേട്ടു, ഒന്നും പറഞ്ഞില്ല. സ്വാഗത പ്രസംഗത്തിൽ ഈ സത്യവ്രത സ്വാമികൾ ഗുരുവിൻ്റെ മതദർശനത്തെ സംഗ്രഹിച്ചുകൊണ്ടൊരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അലോപ്പതി ചികിത്സ കണ്ടെത്തിയത് ക്രൈസ്തവരായ ഭിഷഗ്വരന്മാരാണ് എന്നതുകൊണ്ട്, പാശ്ചാത്യരായ ക്രൈസ്തവരായ ചികിത്സകരാണ് പാശ്ചാത്യ വൈദ്യം അലോപ്പതി കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ല. ആയുർവേദം വയസ്കര മൂസത്തിൻ്റേതാണ് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആയുർവേദം ഒഴിവാക്കുന്നില്ല. പിന്നെ അദ്ദേഹം രസമുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അഷ്ടാംഗഹൃദയം ബൗദ്ധരചനയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗഹൃദയം വായിക്കരുതെന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി ദിവസം വലിവ് വന്നാൽ അഷ്ടാംഗഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്: ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ ആത്മാവിൻ്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം? ഇതാണ് കേട്ടോ ഗുരു. നിങ്ങൾക്ക് ആത്മാവിൻ്റെ അന്വേഷണങ്ങൾക്ക് മതം വേണം, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതം വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ വ്യാജമായി എന്താണുള്ളത്? കാരണം മൂർത്തമായ ശരീരത്തിന് മതം വേണ്ട, മൂർത്തമായി ശരീരത്തിന് ഇതിൻ്റെ രോഗങ്ങൾക്ക്, വിശപ്പിന്, ചോരയ്ക്ക് മതം വേണ്ട. അമൂർത്തമായി നമുക്ക് പൊരുളറിയാത്ത ദൈവത്തിനും ആത്മാവിനും മതം വേണം. ഇത്ര വ്യാജമായൊരാശയം വേറെന്താണ്? വാസ്തവത്തിൽ മതം ഭൗതികമായി ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആദ്യം മതം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലാണ്. കാരണം ശരീരം മൂർത്തമായിട്ടുണ്ട്. ഈ ശരീരത്തെ മുൻനിർത്തിയാണ് ഗുരു ഒരു ജാതി എന്ന് പറഞ്ഞത്. കാരണം ജാതി അമൂർത്തമായൊരാശയമല്ല, ജാതി ശരീരമാണ്. അപ്പം ശരീരത്തിന് മതം ഒന്നാണ് എങ്കിൽ ആത്മാവിന് പിന്നെ മതം പലതാവേണ്ട കാര്യമില്ല. ഇങ്ങനെ മതമെന്ന ആശയത്തെ തന്നെ അഴിച്ചു പണിത് ഒരുപക്ഷെ മതത്തിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള വിഭജനങ്ങളെ, വിഭാഗീയതകളെ, പുറന്തള്ളലിനെ, അതിൻ്റെ പ്രവർജക സ്വഭാവത്തെ മതത്തിൽ നിന്ന് തന്നെ പറിച്ചു കളഞ്ഞിട്ടാണ് ഗുരു മതത്തെ പുതുതായി കാണുന്നത്. മതാനുഭൂതി, അതാണ് പല മതസാരവുമേകം എന്ന്. ഇതവിടെ അവസാനിക്കുന്നില്ല. ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മതാനുഭൂതിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു അമൂർത്തമായ വികാരമല്ല, നിങ്ങൾ ലോകത്തോട് പുലർത്തുന്ന വികാരമാണ്. സ്നേഹിക്കാനായിട്ട് നിങ്ങൾ ഒരാൾ പോരാ, സ്നേഹിക്കാനായിട്ട് അപ്പുറത്താരെങ്കിലും വേണം. വ്യക്തമാണല്ലോ. സാഹോദര്യം മറ്റൊരാളോടെ സാധ്യമാവുള്ളൂ, കരുണ മറ്റൊരാളോടെ സാധ്യമാവുള്ളൂ. ഏകം സാധ്യമാവണമെങ്കിൽ അപ്പുറത്ത് വേറൊരാൾ കൂടി വേണം. അതായത് സ്നേഹമോ കരുണയോ സാഹോദര്യമോ ഒക്കെ ഒരാളിൽ തന്നെ പിറവിയെടുത്ത് അയാളിൽ തന്നെ പൂർത്തിയാകുന്ന മൂല്യങ്ങളല്ല. ഈ മൂല്യങ്ങളൊക്കെ എന്നിൽ പിറവിയെടുത്താലും ഞാനല്ലാത്തവരുണ്ടെങ്കിൽ മാത്രം സാധ്യവും സാധുവുമാകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് സാഹോദര്യം കാണിക്കണം,
സാഹോദര്യം അനുഭൂതമാകണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കൊരാളായാൽ പറ്റില്ലല്ലോ. സാഹോദര്യത്തിന് നിങ്ങളല്ലാത്തവർ വേണം, സ്നേഹത്തിന് നിങ്ങളല്ലാത്തവർ വേണം. അതായത് മതാനുഭൂതിയുടെ കാതലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം, ഗുരു നിർദ്ദേശിച്ച മതാനുഭവത്തിൻ്റെ കാതലിൻ്റെ പ്രത്യേകത അവയൊക്കെ സാമൂഹിക മൂല്യങ്ങളാണ്. അവയൊന്നും വ്യക്തിപരമായ സ്വകാര്യ മൂല്യങ്ങളല്ല. സ്നേഹത്തിന് സ്വകാര്യമായിട്ടിരിക്കാൻ പറ്റില്ല, സാഹോദര്യത്തിന് വളരെ പേഴ്സണലായ ഒരു കാര്യമായിട്ടിരിക്കാൻ പറ്റില്ല. സാഹോദര്യം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വാല്യൂ ആണ്, ഒരു സാമൂഹ്യ മൂല്യമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ ഫ്രറ്റേണിറ്റി ദാറ്റ് മീൻസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് പ്രിയാമ്പിൾ പറയുന്നത്. സാഹോദര്യം ഒരു സാമൂഹിക മൂല്യമാണ്, ഒരു രാഷ്ട്രീയ മൂല്യമാണ്, ഒരു ജനാധിപത്യ മൂല്യമാണ്. ഇത് സ്നേഹത്തിനും കരുണയ്ക്കും ഒക്കെ ബാധകമായ അടിസ്ഥാന കാര്യമാണ്. അതായത് മതാനുഭവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്ക് കൈവന്നാൽ ആ മതാനുഭൂതി തന്നെ നിങ്ങളെ വ്യക്തിപരതയിൽ നിന്ന് സാമൂഹികതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് സാമൂഹികതയിൽ എത്തുന്ന ഒരാൾ, അയാൾ സ്വയമേവ മതാനുഭവത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുകൂടി ഗുരു കരുതി. ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ ദൈവവിശ്വാസിയായിരുന്നില്ല. അയ്യപ്പൻ മാഷ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നാണ് ഗുരുവിന് ബദലായിട്ട് എഴുതിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണല്ലോ ഗുരു. അയ്യപ്പൻ മാഷ് ഇങ്ങനെ ഒന്നുണ്ടാക്കി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ടാക്കിയിട്ട് ഗുരുവിനെ തന്നെ കാണിച്ചു. ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു ഇങ്ങനെ ആയാലും മതി. ദൈവമില്ലാന്ന് അയ്യപ്പൻ മാഷ് നാടൻപാടും പ്രസംഗിച്ച് നടന്നു. ഗുരുവിൻ്റെ ശിഷ്യന്മാർ സ്വാമിയോട് വന്ന് പറഞ്ഞു, അയ്യപ്പൻ മാഷ് ഇങ്ങനെ ദൈവമില്ല എന്ന് നാടൻപാടെന്ന് പറയുന്നുണ്ട്, സ്വാമി അത് പറഞ്ഞ് വിലക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, വേണ്ടത്ര ദൈവമുണ്ട്. ഗുരു ദൈവദശകം എഴുതി, അയ്യപ്പൻ മാഷ് സയൻസ് ദശകം എഴുതി. അപ്പോൾ ദൈവദശകത്തിന് ബദലായിട്ടാണ് സയൻസ് ദശകം എഴുതിയെന്ന് ആരോ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇനി എല്ലാവരും ദൈവദശകം വായിച്ച് അതിന് പിന്നാലെ സയൻസ് ദശകവും കൂടി വായിക്കണം. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പര വിരുദ്ധമായൊരു കാര്യമാണ് എന്ന് ഗുരു ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ മതാനുഭവം എന്ന് പറയുന്നതിൻ്റെ കാതൽ എന്താണ്? സ്നേഹമോ സാഹോദര്യമോ കരുണയോ ഏകമോ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ അവസാനിക്കില്ല. അത് നിങ്ങളിൽ നിന്ന് നിങ്ങളല്ലാത്തവരിലേക്ക് പ്രവഹിക്കുന്ന ഒരു ശക്തിരൂപമായി മാറും. അതിനെയാണ് ഗുരു തൻ്റെ എഴുത്തിലുടനീളം അപരം എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നത്. ആത്മോപദേശം നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാക്ക് ഇങ്ങനെ നിരന്തരം കാണാം. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം എന്ന് പറയും. അപരപ്രിയ ഹേതുത്വമാണ്, ആത്മപ്രിയത്വമല്ല, എന്നിലല്ല, ഞാനല്ലാത്തതിലാണ്. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം. ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തെ നിന്ദിക്കലല്ല, അതൊരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ദോഷവും വരുത്തുന്ന പ്രവൃത്തിയുടെ പേരാണ് ദൈവവിരോധം. അങ്ങനെ അറിയണം. അതുകൊണ്ട് ഈ അപരോന്മുഖത, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് നിരന്തരമായി പ്രവഹിക്കുന്ന നിങ്ങളുടെ ജീവിത ചൈതന്യത്തെയാണ് ദൈവം എന്ന് മനസ്സിലാക്കേണ്ട, അധ്യാത്മ അനുഭവമായിട്ട് കാണേണ്ടത്. ആ പ്രവാഹത്തെ പിന്നീട് ഗുരു മറ്റൊരു നിലയിൽ വിശദീകരിക്കേണ്ടായി. 915 അദ്ദേഹം എഴുതിയ അനുകമ്പ ദശകത്തിൽ അനുകമ്പ എന്ന് അദ്ദേഹത്തിന് വെച്ചു. ഈ സമ്മേളനത്തിൻ്റെ വേദികളുടെ പേര് അങ്ങനെ വന്നതാണ് കേട്ടോ, നിങ്ങൾക്കറിയുമെന്ന് അറിഞ്ഞൂടാ. അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി. അരുളൻപനുകമ്പ, അരുൾ എന്ന് പറയുന്നത് പ്രപഞ്ചവ്യാപ്തിയുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അൻപ് സ്നേഹമാണ്. അനുകമ്പ മറ്റൊരാളുടെ യാതനയോട് ദുഃഖത്തോട് ഒത്തുചേർന്ന് ദുഃഖിക്കാനുള്ള നമ്മുടെ കഴിവാണ് അനുകമ്പ. ഈ അനുകമ്പയിലാണ് ഈശ്വരൻ എന്നാണ് ഗുരു കരുതിയത്. അനുകമ്പാ ദശകത്തിലെ കുറച്ച് വരികളുണ്ട്. അറിയപ്പെട്ട എല്ലാ ദൈവങ്ങളെയും ഗുരു അനുകമ്പയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ, ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തി. ശ്രീകൃഷ്ണനെക്കുറിച്ചാണ്. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ, ബുദ്ധനാണ്. കരുണ പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ, സരളാദ്വയ ഭാഷ്യകാരനോ. ഇങ്ങനെ ശങ്കരനെയും ശ്രീകൃഷ്ണനെയും ബുദ്ധനെയും ക്രിസ്തുവിനെയും നബിയെയും ഒക്കെ അദ്ദേഹം അനുകമ്പയായി കാണുന്നു.
അനുകമ്പയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഗുരു ആ കൃതിയിൽ പറയുന്നത്, അനുകമ്പയില്ലെങ്കിൽ അസ്ഥി തോൽ സിര നാറുമൊരുടമ്പ് താനവൻ. അസ്ഥിയും തോലും സിരയുമായി നാറുന്ന ഒരു ശരീരത്തിനപ്പുറം മനുഷ്യനില്ല. അതിനെ മാനുഷികതയിലേക്ക് കൊണ്ടുപോകുന്നത് അനുകമ്പയാണ്. ഇങ്ങനെ അനുകമ്പ എന്നതിനെ ദൈവികതയുടെയും മാനുഷികതയുടെയും ആകത്തുകയായി കാണുകയും അത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് കടന്നു നിൽക്കാനുള്ള മനുഷ്യൻ്റെ ചൈതന്യമായി അതിനെ സങ്കല്പിക്കുകയും ഈ ചൈതന്യത്തെ പ്രപഞ്ചത്തിൻ്റെ സാരസർവസ്വം എന്ന നിലയിൽ മനസ്സിലാക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഗുരു ദൈവം എന്ന ആശയത്തെ അഴിച്ചു പണിതത്. ഇങ്ങനെ അല്ലാത്തവരെല്ലാം ഗുരു തള്ളിപ്പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഗുരുവിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. താൻ പറഞ്ഞത് ഒരു പൊസിഷനാണ്, അതല്ലാത്തവരോടും അദ്ദേഹം സംവദിക്കുമായിരുന്നു, അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുമായിരുന്നു. ഗുരു ധാരാളം വിഗ്രഹപ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ മലബാറിൽ അക്കാലത്ത് നവോത്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്നു വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല. ഗുരുവിനെ കണ്ട് സംഭാഷണ മധ്യേ പറഞ്ഞു, ഇതെല്ലാം ഈ കല്ലല്ലേ പ്രതിഷ്ഠിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു കല്ലാണ്. പിന്നെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? അപ്പോൾ ഗുരു പറഞ്ഞു അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. തനിക്ക് വേണ്ടിയിട്ടല്ല, തനിക്ക് ബോധ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ മറ്റൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം കൂടി നമ്മൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചിട്ട് കൂടി വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുതിരുന്ന ഒരു ഗുരുവിനെ നമുക്കവിടെ കാണാൻ പറ്റും. അല്ലാതെ താൻ നിരസിക്കുന്ന ആശയങ്ങളെ മുഴുവൻ സമ്പൂർണമായി തള്ളിക്കളഞ്ഞിട്ട് തൻ്റെ ആശയങ്ങളുടെ മാത്രമുള്ളൊരു ശരിയിൽ വിശ്വസിക്കുന്ന ഒരു തരം സർവാധികാരം ഗുരു ഒരിക്കലും കാണിച്ചിട്ടില്ല. ഗുരു താനല്ലാത്തവരുടെ വിശ്വാസങ്ങളെയും ബോധ്യങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ മാനിച്ചുകൊണ്ടും അവരോട് സംവദിച്ചുകൊണ്ടും അതിനുള്ളിൽ തന്നെ കയറി ഇടപെട്ട് അതിനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടുമുള്ള ഒരു പ്രവൃത്തിയുടെ തലമാണ് ഗുരു ചെയ്തത്. ഗുരു ഒരു പ്രവർത്തിച്ച സന്യാസിയായിരുന്നു. നിങ്ങൾക്ക് ഗുരുവിനെ അന്വേഷിച്ചാൽ കാണാൻ പറ്റും, ലോകത്ത് മറ്റൊരു രാജ്യത്തും ഒരു സന്ദർഭത്തിലും ഒരു സന്യാസി വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായ ചരിത്രമില്ല. കേരളത്തിൽ ഒന്നാമത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷൻ നാരായണ ഗുരുവാണ്. SNDP യോഗത്തിൻ്റെ 1ാം വാർഷികം പ്രമാണിച്ച് 1904 കേരളത്തിൽ നടന്ന ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ഗുരുവാണ്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കൽ മാത്രമല്ല വ്യവസായം നടത്തലുമാണ് എന്ന് ഗുരുവിന് ഏതോ നിലയ്ക്ക് അറിയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിഭാഗീയതയുടെ അതിർത്തികളെ വലിയ തോതിൽ ഭേദിച്ചു പോയ ഒരു ജീവിത തലം ഗുരുവിൻ്റെ ആലോചനകളിലുണ്ട്. അതെപ്പോഴും തന്നിൽ നിന്ന് തനിക്ക് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയെയാണ് ലക്ഷ്യം വച്ചിരുന്നത് എന്ന് പറയാം. ഒരു കാര്യം കൂടി ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. അത് സർവ്വമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യവാചകമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരൻ അയ്യപ്പൻ ആലുവ അദ്വൈതാശ്രമത്തിലെ സമ്മേളന വേദിയിൽ എഴുതി വച്ചിരുന്ന ഒരു വാക്യമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? വാസ്തവത്തിൽ ഗുരു മുമ്പോട്ട് വച്ച ഈ മത പുനർനിർവചനത്തിൻ്റെ കാതലുമായി ഇതിനൊരു ബന്ധമുണ്ട്. കാരണം വാദിച്ച് ജയിക്കുക എന്നതും അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നതും വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണ്. വാദിച്ച് ജയിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ആരോടാണോ വാദിക്കുന്നത്, ആർക്കെതിരെയാണോ വാദിക്കുന്നത്, അയാളുടെ വാദഗതികളെ നിരസിക്കുകയാണ്, അയാളെ ഉപേക്ഷിക്കുകയാണ്. തർക്കിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എതിരാളിയെ പുറത്താക്കുകയാണ്, എതിരാളിയെ നിഷേധിക്കുകയാണ്. സാങ്കേതികമായ രൂപത്തിൽ പറഞ്ഞാൽ അപരനിരാസമാണ്. മറിച്ച് അറിയലും അറിയിക്കലും അങ്ങനെയല്ല. അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? താനല്ലാത്തതിൽ നിന്ന് താൻ ചിലത് ഉൾക്കൊള്ളലാണ് അറിയൽ. അപരത്തെ ഉൾക്കൊള്ളലാണ് അറിയൽ. അറിയിക്കൽ അപരത്തിലേക്ക് കടന്നു നിൽക്കലുമാണ്. തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള ഒരു നീക്കമാണ് അറിയിക്കൽ. താനല്ലാത്തതിൽ നിന്ന് തന്നിലേക്കുള്ളൊരു സ്വാംശീകരണമാണ് അറിയൽ. അതായത് അറിയലും അറിയിക്കലും അപരവുമായി ബന്ധപ്പെട്ടാണ്, അപരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അപരത്തിലേക്ക് കടന്നു നിന്നിട്ടാണ്. വാദിച്ച് ജയിക്കലാകട്ടെ അപരത്തെ നിഷേധിച്ചിട്ടാണ്. അതുകൊണ്ട് അപരനിഷേധമെന്ന
ഒരർത്ഥത്തിൽ ആഴത്തിൽ ഫാസിസ്റ്റ് പൊട്ടൻഷ്യലുള്ള, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടമാടുന്ന വർഗീയതയുടെ വിഭജനത്തിൻ്റെ കാതലായി നിലനിൽക്കുന്ന ഞങ്ങൾ അവർ എന്ന വിഭജന യുക്തിയെ, ഞാൻ അവൻ എന്ന വിഭജന യുക്തിയെ, ഞങ്ങൾക്ക് മാത്രം അവർക്കില്ല എന്ന വിഭാഗീയ യുക്തിയെ അടിമുടി നിരസിക്കുന്ന ഒരു തത്വമാണ് വാസ്തവത്തിൽ അപരോന്മുഖത. ഈ അപരോന്മുഖതയെ ഒരു ഭാഷണ രൂപമായി, സംഭാഷണത്തിൻ്റെ ഒരു പാറ്റേണിൽ കൊണ്ടുവരുന്നതാണ് അറിയലും അറിയിക്കലും. അപരോന്മുഖതയെ സമ്പൂർണ്ണമായി നിഷേധിച്ച് അപരനിരാസത്തിൻ്റെ ഒരു ഹിംസയെ ഭാഷണ രൂപത്തിൽ ആവിഷ്കരിക്കുന്നതാണ് വാദിക്കലും ജയിക്കലും. അതുകൊണ്ട് വാദിച്ച് ജയിക്കുമ്പോൾ യു ആർ ടോട്ടലി നെഗേറ്റിംഗ്, അനിഹിലേറ്റിംഗ് ദ അതർ. അറിയുകയും ചെയ്യുന്ന സമയത്ത് യു ആർ ആക്സെപ്റ്റിംഗ് ദ അതർ, യു ആർ എൻഗേജിങ് വിത്ത് ദ അതർ. അപ്പോൾ അപരത്തെ ഉൾക്കൊള്ളുകയും അപരത്തോട് സംവദിക്കുകയുമാണോ, അപരത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ്? അപരത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഫാഷിസത്തിൻ്റെ അടിസ്ഥാന യുക്തി. ഫാഷിസത്തെക്കുറിച്ചുള്ള 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളിലൊന്ന് എക്സ്ക്ലൂഷൻ ആൻഡ് ദ അനിഹിലേഷൻ ഓഫ് ദ അതർ. അപരത്തെ വകഞ്ഞുമാറ്റി എന്നേക്കുമായി അതിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഫാഷിസം. അതാണ് ജർമ്മൻ ഹോളോകാസ്റ്റ്. ആദ്യം ജൂതന്മാരെ വകഞ്ഞു മാറ്റുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിക്കുന്നു, അന്തിമമായി ഫൈനൽ സൊല്യൂഷൻ എന്ന പേരിൽ വിഷവാതകം കൊടുത്തും വെടിവെച്ചുമൊക്കെ കൊന്നൊടുക്കി അന്നുണ്ടായിരുന്ന ജൂതന്മാരിൽ ഏതാണ്ട് 40-50% ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു പണിയായിട്ട് ഹോളോകാസ്റ്റ് മാറിത്തീർന്നു. അതുകൊണ്ട് ഫാഷിസത്തിൻ്റെ അടിസ്ഥാനം, ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാഷിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്, അതിൻ്റെ ബീജരൂപം എന്താണ്? അത് ഭരണകൂട രൂപം ആർജിച്ച് ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ജനിക്കുന്ന ഒന്നല്ല ഫാഷിസം. അത് അപരനിഷേധത്തിൽ, അപരനിരാസത്തിൽ അധിഷ്ഠിതമായ ആത്മബോധമാണ് ഫാഷിസത്തിൻ്റെ ബീജം. എന്നിൽ ഞാനല്ലാത്തവരുണ്ട്. അതൊരു സൗജന്യമൊന്നുമല്ല, അതൊരു ഔദാര്യമല്ല. ഇപ്പം നിങ്ങൾക്കൊരു പേരുണ്ട്, എനിക്കും ഒരു പേരുണ്ട്. ഈ പേരിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഈ പേര് വിളിക്കാൻ ആരെങ്കിലും വേണം. നോക്കൂ, വിളിക്കാനൊരു ആളുണ്ടെങ്കിൽ മാത്രമേ ഏത് പേരിനും അർത്ഥമുള്ളൂ. വിളിച്ചുണ്ടായതാണ് എല്ലാ പേരും, അല്ലാതെ സ്വയമേവ ഉള്ളതല്ല. എനിക്കൊരു നല്ല പേരുണ്ട്, പ്രപഞ്ചത്തിൽ ഞാൻ ഒരാളുണ്ട് എങ്കിൽ പേരുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പേരായിത്തീരുന്നത് അപ്പുറത്തൊരാൾ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ്. എന്തും മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ അതറുമായിട്ടുള്ള റിലേഷനാണ്. ഈ റിലേഷനെ നിഷേധിക്കലാണ് ഫാഷിസം. അത് ബന്ധങ്ങളിലാവാം, മൂല്യങ്ങളിലാകാം, അറിവിലാകാം, ദൈവഭാവനയിലാകാം, മതത്തിലാകാം. ഇവിടെയൊക്കെ ഇൻഹറൻ്റായൊരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് അപരനിരാസത്തിൻ്റെതാണ്. ആ അപരനിരാസത്തിനെതിരെ അപരോന്മുഖതയുടെ, താനല്ലാത്തതിലേക്ക് തന്നെ കടത്തി നിർത്തുന്നതിൻ്റെ, താനല്ലാത്തതിലേക്ക് പ്രവഹിക്കുന്ന താനെന്ന ചൈതന്യത്തെ ആവിഷ്കരിക്കുന്നതിൻ്റെ യുക്തിയായിരുന്നു ഗുരുവിന് മതവും ദൈവവും അധ്യാത്മതയും. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കൃതികളിലുടനീളം അപരം എന്ന ആശയം നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആത്മോപദേശ ശതകത്തിൽ തുടങ്ങുന്നതും പല രൂപത്തിൽ അദ്ദേഹം പ്രകാശിപ്പിച്ചതുമായൊരു കാര്യമാണ് മതമെന്ന് പറയുന്നത്. ഈ നിലയിൽ മനസ്സിലാക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെ ആവിഷ്കാരം ആചാരപരമോ സ്ഥാപനപരമോ പൗരോഹിത്യപരമോ അല്ല. അതിൻ്റെ ആവിഷ്കാരം അനുഭൂതിയാണ്. 916 കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തിൽ ഗുരു ഇക്കാര്യം വീണ്ടും പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് പ്രത്യേകിച്ചൊരു സംബന്ധവുമില്ല. ഇത് ഗുരുവിൻ്റെ വാക്കുകളാണ്. എല്ലാ മതവും നമുക്ക് സമ്മതമാണ്. ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു മതത്തോട് തനിക്ക് പ്രത്യേകിച്ചൊരു സംബന്ധവുമില്ലെന്നും എല്ലാ മതവും തനിക്ക് സമ്മതമാണ് എന്നും പറഞ്ഞ് പിന്നെ ഗുരു പറയുന്നത്, നാം ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കളിൽ ചിലർ നമ്മോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമ്മതമാണ്. ഇങ്ങനെ മതമെന്ന് പറയുന്നതിനെ സാർവലൗകികമായൊരു സാഹോദര്യ ഭാവനയിലേക്കും ഒരു പങ്കുവയ്പ്പിൻ്റെ അനുഭവത്തിലേക്കും എത്തിക്കുക എന്ന വിപുലമായൊരു കാഴ്ചപ്പാടിക്കലല്ല. സഹിഷ്ണുത എന്നൊക്കെ നമ്മൾ പുറമേക്ക് തേച്ചു എനിക്ക് പറഞ്ഞാലും വാസ്തവത്തിൽ സഹിക്കലാണല്ലോ. നിവൃത്തിയില്ലാത്തത് കൊണ്ട്
അങ്ങനെ ഒരു സഹനത്തിൻ്റെ ഔദാര്യത്തിൻ്റെയും പ്രശ്നമല്ല. നിങ്ങളുടെ മതത്തിൽ മറ്റൊരു മതത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മൂല്യമണ്ഡലമുണ്ട്. അതിനെ മതമായിട്ടറിയണം, നിഷേധിക്കുന്നതിനെ മതമായിട്ടറിയരുത്. അങ്ങനെ മതത്തിന് ആധുനികമായ ഒരു ഓണ്ടോളജിക്കൽ ബേസ്മെൻ്റ്, ഒരു ഭവപരമായ അടിസ്ഥാനം കൊടുത്ത് അതിന് ഒരു സാർവലൗകിക സ്വഭാവമുള്ളതും അപ്പോൾ തന്നെ മതാതീതവുമായ ഒരു മൂല്യവ്യവസ്ഥയാക്കി മാറ്റുന്ന പ്രവൃത്തി കൂടിയായിരുന്നു ഗുരുവിൻ്റെ സർവമത സമ്മേളനവും അതിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും. 1924 മാർച്ച് 3 ആലുവയിൽ സർവമത സമ്മേളനം ചേർന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യരായിരുന്നു അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. അന്ന് ലഭ്യമായ എല്ലാ മതനേതാക്കളും മതങ്ങളുടെ പ്രതിനിധികളും അതിൽ സംബന്ധിച്ചു. ക്രിസ്തുമത പ്രതിനിധിയായിട്ട് KK കുരുവിള എന്നൊരാൾ സംസാരിച്ചു. ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയല്ല, അതിലെ 2 പ്രബല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ശാഖകൾ എന്ന നിലയ്ക്ക് ആര്യസമാജത്തിൻ്റെ പ്രതിനിധിയായി പണ്ഡിറ്റ് ഋഷിറാം എന്നൊരാളും ബ്രഹ്മസമാജത്തിൻ്റെ പ്രതിനിധിയായി സ്വാമി ശിവപ്രസാദ് എന്നൊരാളും സംസാരിച്ചു. യഹൂദമതത്തിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് സേലം സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് മൗലവി എബ്രഹാം സേലം സംസാരിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് സേലം സംസാരിക്കുന്നു. ബുദ്ധമത പ്രതിനിധിയായി മഞ്ചേരി രാമകൃഷ്ണയ്യർ, ജൈനമത പ്രതിനിധിയായി മഞ്ചേരി കൃഷ്ണയ്യർ, ബുദ്ധമത പ്രതിനിധി തന്നെയായി സ്വാമി ധർമ്മസ്കന്ധ എന്നു പേരായ സിലോണിൽ നിന്ന് വന്ന പണ്ഡിതൻ, ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാം അവരവരുടെ മതങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് പറയുന്നു. മറ്റു മതങ്ങളെ നിന്ദിച്ച് പറയുന്നൊരു സമ്പ്രദായം അവിടെ ഉണ്ടായിട്ടില്ല. ഇതും പ്രധാനമാണ്. അക്കാലത്തെ മതസംവാദങ്ങളുടെ പൊതുരീതി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ മതങ്ങളുടെ മഹിമയെക്കുറിച്ച് പറയുക, ഇതര മതങ്ങളുടെ പോരായ്മ പറയുക. അതൊരു ഇന്ന് നമ്മൾ കാണുന്നൊരു കുറ്റം അന്നില്ല കേട്ടോ. അന്ന് അതൊരു സഹജമായ രീതിയാണ്. അന്നത്തെ മതഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ ഇത് ധാരാളമായിട്ട് കാണാം. ഇപ്പോൾ ചട്ടമ്പിസ്വാമി മലയാളത്തിൽ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തുമതഛേദനം എന്നാണ്. ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങളെ ഖണ്ഡിക്കലാണ്. ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം വായിച്ചു നോക്കിയാൽ ക്രിസ്തുവിനെയും നബിയെയും ഒക്കെ കാര്യപ്രാപ്തിയില്ലാത്ത, ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകൾ എന്ന മട്ടിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്ന സനാഉള്ള മക്തി തങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ പേടിയാവും. കഠോര കുഠാരം എന്നാണ്. ഒരാൾ ബോധം കിട്ടുവാൻ അത് മതി. അങ്ങനെയൊക്കെ എഴുതി. അങ്ങനെ എല്ലാവരും അവരവരുടെ മതം നല്ലതാണെന്നും മറ്റത് ചീത്തയാണെന്നും പറയുന്ന സമയത്താണ് ഗുരു പറഞ്ഞത്, പരമേശ പവിത്രപുത്രൻ, കരുണാവാൻ നബി മുത്തുരത്നം, സരളാദ്വയ ഭാഷ്യകാരൻ, ഭൂതദയാ ക്ഷമാബ്ധി എന്നിങ്ങനെ ഏത് മതത്തിൽ നിന്നും അദ്ദേഹം അതിൻ്റെ കാതലിനെ കണ്ടെടുക്കുകയും അതിനെ അനുകമ്പയിലേക്ക് ആക്കുകയും ചെയ്തു. ഈ പണ്ഡിതന്മാരൊക്കെ അന്ന് പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ മതങ്ങളുടെ തത്വങ്ങൾ പറഞ്ഞു എന്നല്ലാതെ മറ്റൊന്നിനെ തള്ളി പറഞ്ഞൊന്നുമില്ല. ഒരാൾ മാത്രം ചെയ്തു കേട്ടോ. അത് ആര്യസമാജത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന പണ്ഡിറ്റ് ഋഷിറാമാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുകയുണ്ടായി. ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പ്രസംഗം പരിഭാഷപ്പെടുത്തി തുടങ്ങിയത് TK മാധവനാണ്. ഗുരുവിൻ്റെ ശിഷ്യനാണ്. ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ്. ഇന്നത്തെ ദേശാഭിമാനിയല്ല, പഴയ ദേശാഭിമാനി. TK മാധവൻ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസംഗം നിർത്തി, പരിഭാഷ നിർത്തി. കാരണം ഇത് ക്രിസ്തുമതത്തെ ചീത്ത വിളിക്കുകയാണ്. അതുകൊണ്ട് അയാൾ പരിഭാഷ നിർത്തി. പിന്നെ സഹോദരൻ അയ്യപ്പൻ പരിഭാഷ തുടങ്ങി. സഹോദരൻ അയ്യപ്പനും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പരിഭാഷ നിർത്തി. ഒടുവിൽ പരിഭാഷ പൂർത്തിയാക്കിയത് ബുദ്ധമത പ്രതിനിധിയായിട്ട് വന്ന മഞ്ചേരി രാമകൃഷ്ണയ്യരാണ്. പരിഭാഷ പൂർത്തിയാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ഡിറ്റ് ഋഷിറാം അയാൾക്ക് തോന്നിയത് പറയും, മഞ്ചേരി രാമകൃഷ്ണയ്യർ എനിക്ക് തോന്നിയത് പറയും. അല്ലാതെ ആ പറഞ്ഞതൊന്നുമല്ല ഈ പറയണത്. അങ്ങനെയാണത് പൂർത്തിയാക്കിയത്. അതിനെക്കുറിച്ച് അയ്യപ്പ മാഷ് പിന്നെ പറഞ്ഞത്, ഗുരു ഇരിക്കുന്ന ഒരു സദസ്സിൽ മറ്റൊരു മതത്തെ നിന്ദിച്ച് പറയാൻ പറ്റില്ല എന്നാണ്. മതനിന്ദ പറ്റില്ല. ആ ഗുരുവിനെ ഇന്ന് മതപ്രതിനിധിയാക്കി സാർവത്രികമായ വൈദിക ആചാരങ്ങളുടെ നടത്തിപ്പുകാരനാക്കി. എൻ്റെ നാട്ടിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ പേരിലൊരു വിദ്യാലയം ഉള്ളത്. ആ വിദ്യാലയത്തിൽ പുതിയ സ്കൂൾ കെട്ടിടം പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്തിടയ്ക്ക് ഒരു തറക്കല്ലിടൽ നടത്തിയപ്പോൾ അതിന് ഹോമമെല്ലാം ഒരുക്കി യജ്ഞമൊക്കെ നടത്തിയിട്ട് ആണ് അവിടെ തറക്കല്ലിട്ടത്. അയ്യപ്പൻ മാഷയുടെ പേരില്ല. പണ്ട് ബെർണാഡ് ഷാ പറയുന്നുണ്ട്, ഒരാളെ ശിക്ഷിക്കണം, ഒരു പ്രവാചകനെ ശിക്ഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരിട്ട് ശിക്ഷിക്കില്ല, പകരം 5 ശിഷ്യന്മാരെ അയച്ചു കൊടുക്കുന്നതാണ്. അവരെ ഒരു നിരപ്പാക്കിക്കോളും. സഹോദരൻ അയ്യപ്പൻ്റെ പേരിലുള്ള വിദ്യാലയം നടക്കുക, അവിടെ പൂജയും മന്ത്രവാദവും യജ്ഞവും നടത്തിയിട്ട് കെട്ടിടം പണിയുക. നമ്മുടെ കാലം അങ്ങനെയായിപ്പോയി.
അതുകൊണ്ട് സർവ്വമത സമ്മേളനത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സമ്മേളനം നടന്നല്ലോ എന്ന് ഓർക്കലല്ല, മറിച്ച് എന്താണ് മതം എന്നതൊരു വിശ്വാസി സ്വയം ചോദിക്കലാണ്. നിങ്ങൾ എന്തിനെയാണ് മതമായിട്ട് അറിയുന്നത്? ഗാന്ധി ചോദിച്ച പോലെ ആരാണ് ഈ രാമൻ? ഗാന്ധിയുടെ വലിയ ചോദ്യമായിരുന്നു, ആരാണ് ഈ രാമൻ? ഗാന്ധി അതിന് പറഞ്ഞൊരു ഉത്തരവുണ്ട്, എൻ്റെ രാമൻ ദശരഥപുത്രനല്ല, സീതാപതിയല്ല, അയോധ്യയിലെ രാജാവല്ല. എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ്. ഇത് രാമനെക്കുറിച്ചുള്ളൊരാശയമാണ്. അങ്ങനെയാണോ രാമൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയും പ്രവർത്തിക്കാവുന്നൊരു രാമൻ രാമായണത്തിലുണ്ട് എന്നത് ഒരാശയമാണ്. അത് ആദ്യം കണ്ടെത്തിയ ആളുകളിലൊരാൾ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന രാമമനോഹർ ലോഹിയാണ്. ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ലോഹിയ ഒരു വലിയ രാമായണ സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ ലോഹിയ പറഞ്ഞ കാര്യം, രാമായണത്തിൽ 2 പാരമ്പര്യങ്ങൾ, 2 ധാരകളുണ്ട്. ഒന്ന് വസിഷ്ഠൻ്റെ ധാര, മറ്റൊന്ന് വാൽമീകിയുടെ ധാര. വസിഷ്ഠ പാരമ്പര്യം എന്ന് പറയുന്നത് യജ്ഞയാഗങ്ങളുടെയും ബ്രാഹ്മണ്യത്തിൻ്റെയും ഒരു പാരമ്പര്യമാണ്. വാൽമീകിയുടെ ധാര എന്ന് പറയുന്നത് കരുണയുടെയാണ്. രാമായണത്തിൽ ആ പ്രസിദ്ധ ശ്ലോകമുണ്ടല്ലോ, മാനിഷാദ എന്ന് പറയുന്ന ആ ശ്ലോകത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ മറ്റൊരു ശ്ലോകം എന്താണെന്ന് വെച്ചാൽ, യസ്യ ശോകാത് സമുത്പന്നം ശ്ലോകം ബ്രഹ്മാപി പൂജതി. ഏത് ദുഃഖത്തിൽ നിന്നാണോ ഈ ശോകം ജനിച്ചത്, ആ ദുഃഖത്തെ ബ്രഹ്മാവും പൂജിക്കും. കവിയെക്കുറിച്ചുള്ള നിർവചനം എന്താണെന്നറിയോ? കാളിദാസൻ കവിയെക്കുറിച്ചുള്ള നിർവചനം കണ്ടെത്തിയത് രാമായണത്തിൽ നിന്നാണ്. ആരാണ് കവി? രുദിതാനുസാരി കവി എന്നാണ്. കരച്ചിലിൻ്റെ പിന്നാലെ പോകുന്നവനാണ് കവി. എവിടെയാണോ യാതനയുള്ളത്, എവിടെയാണോ തീരാത്ത വേദനകളുള്ളത്, സങ്കടങ്ങളുള്ളത്, ദുരിതങ്ങളുള്ളത്, ആ ദുരിതങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരാളാണ് കവി എന്നതായിരുന്നു കാളിദാസൻ കവിക്ക് കണ്ടെത്തിയ ഒരു ആശയം. അപ്പം ഇങ്ങനെ മതത്തെ ഒരു അനുഭൂതി തലത്തിൽ ഉറപ്പിച്ച് നിർത്തി, മതത്തെ ആചാരത്തിന് പുറത്തു കൊണ്ടുവന്ന് മതത്തെ മതാതീതമാക്കുക എന്ന വലിയ വളരെ വിപുലമായ ഒരു ഒണ്ടോളജിക്കൽ റീഓറിയൻറ്റേഷൻ ഓഫ് ദ റിലീജിയൻ, മതത്തിൻ്റെ ഭവപരമായ ഒരു പുനഃക്രമീകരണം എന്ന വിശാലമായൊരു പരിപ്രേക്ഷ്യം കേരളത്തിൽ നടപ്പാക്കിയെടുക്കാനുള്ള ഗുരുവിൻ്റെ വലിയ പരിശ്രമത്തിൻ്റെ പേര് കൂടിയായിരുന്നു സർവ്വമത സമ്മേളനം. നിർഭാഗ്യവശാൽ അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയും ഗുരു തന്നെ ഒരു വെറും പേരായി. അഴീക്കോട് മാഷ് ഗുരുവിനെക്കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ഗുരുവിൻ്റെ ദുഃഖം എന്നാണ്. അതിൽ മാഷ് അവസാനിപ്പിക്കുന്നത്, ഇന്ന് നാടെമ്പാടും ഗുരു മന്ദിരങ്ങളുണ്ട്, ഗുരു പ്രതിമകളുണ്ട്, ഗുരുവിൻ്റെ പേരിൽ വിദ്യാലയങ്ങളുണ്ട്, വലിയ കെട്ടിടങ്ങളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാഗൃഹങ്ങളുണ്ട്, അവധിയുണ്ട്, ആഘോഷമുണ്ട്. പക്ഷേ മനസ്സിലോ മാഷ് അവസാനിപ്പിക്കുന്നത് ആ ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ഉദിക്കാതെ പോയൊരു ചോദ്യം കൂടിയായിട്ട് വാസ്തവത്തിൽ ഗുരു ബാക്കി നിൽക്കുമ്പോൾ സർവ്വമത സമ്മേളനം ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മയല്ല, മതാനുഭവം എന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിന് കേരളം നൽകിയ ഏറ്റവും മഹിമയുറ്റ ഉത്തരമായിട്ട് സർവ്വമത സമ്മേളനത്തെ ഓർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ള ആശയം. നമസ്കാരം. ഗംഭീരമായ ഒരു പ്രഭാഷണം, ഉജ്ജ്വലമായ പ്രഭാഷണമാണ് നമ്മുടെ മുന്നിൽ നടന്നത്. സുനിൽ മാഷ്ക്ക് നന്ദി പറയുകയാണ്. സർവ്വമത സമ്മേളനത്തിൻ്റെ ഹൃദയമാണ് മാഷ് നമുക്ക് കാണിച്ചു തന്നത്. ഞാനില്ല, വേറൊരാളുണ്ട് എന്നാണ് സർവ്വമത സമ്മേളനം പറയുന്നത്. ഈ കാലത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒന്ന് അതാണ്. മാഷ് ഇവിടെ മാത്രം പറയുന്നൊരു കാര്യമല്ല, ആവർത്തിച്ച് പറയുന്നത്, വീണ്ടും നമ്മൾ പറയേണ്ട ഒന്ന്, ജീവിതത്തിലുടനീളം പറയേണ്ട ഒന്ന് ഇവിടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് ഉദ്ഘാടന സെഷൻ നടക്കേണ്ടതുണ്ട്. പരിപാടി അവസാനിച്ചായി അറിയിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി.